I like you, what you are doing here, but I hate BTS. You hate BTS? Yeah. I love BTS. You hate Because BTS? you're from Korea, bro. It's okay, we have different opinion. You hate, I love. Do you hate BTS because Indian girls love BTS and Indian girls don't love you? Yeah, that's why. No need to hate. In this world, so much hate. They all look same. They all look same. Yeah. Oh my god. So I look like BTS. Thank you. ഒരുപോലെ ഇരിക്കുന്നു എന്നൊരു കാരണം കൊണ്ടാണ് ഈ ചേട്ടന് BTSനെ ഇഷ്ടമല്ലാത്തതെന്ന് പറയുന്നത്. നമ്മുടെ നോർത്ത് ഈസ്റ്റ്, അതായത് സിക്കിം, മണിപ്പൂർ, നാഗാലാൻഡ്, മേഘാലയ, ആ ഒരു ഏരിയ, മിസോറാം, ത്രിപുര, ആ ഒരു ഏരിയയിലെ കൂടുതലും ഇതുപോലുള്ളവരായിരിക്കും. ചെറിയ കണ്ണുകളും ഭയങ്കര വെളുത്ത സ്കിന്നും നീണ്ട കോലുള്ള മുടിയും. അവരുടെ ഫുഡ് നമ്മളെക്കാൾ കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. ബോയ്സ് ഓൾസോ ലുക്കിംഗ് ലൈക്ക് ഫെമിനിൻ, അതായത് ഒരു ഫെമിനിൻ ടച്ച് ലുക്കുള്ള ബോയ്സ് ആയിരിക്കും. ഇങ്ങനെ ഇരിക്കുന്നു എന്നുകൊണ്ട് നമ്മൾ അവരെ നമ്മുടെ ഇന്ത്യക്കാരല്ല, നമ്മുടെ സഹോദരങ്ങളല്ലെന്നും പറഞ്ഞ് മാറ്റി നിർത്തുവോ, പുച്ഛിച്ചു തള്ളുവോ? ഒരിക്കലും ചെയ്യത്തില്ല. അത് മാംഗ്ലോയിഡ് വർഗത്തിൽപ്പെട്ടവരാണ്. അതാണെന്ന് പോലും മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഇവർക്കില്ല. ഈ ചേട്ടൻ പറഞ്ഞ ഇതല്ല മെയിൻ കാര്യം. ആദ്യം പറഞ്ഞതാണ് മെയിൻ റീസൺ. ഈ നാട്ടിലെ ഗേൾസ് മൊത്തം BTSനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് BTSനെ ഇഷ്ടമില്ലാത്തത്. ഈ ഇന്ന നാട്ടിലെ ഇന്ന രാജ്യത്തുള്ള ആർട്ടിസ്റ്റിനെയോ ഇല്ല ഇന്ന രാജ്യത്തുള്ള ഫുട്ബോളേഴ്സിനെയൊക്കെ നമ്മൾ ഇഷ്ടപ്പെടാവുന്ന നിർബന്ധം വല്ലതുകൊണ്ടോ? അങ്ങനാണെങ്കിൽ ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, നെയ്മർ, ഇവരെയൊക്കെ നമ്മൾ ജീവനെ പോലെ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ഇൻട്രസ്റ്റ് ആണ്. ചിലർക്ക് ഫുട്ബോളിനോടായിരിക്കും ഇൻട്രസ്റ്റ്, ചിലർക്ക് മ്യൂസിക്കിനോടായിരിക്കും ഇൻട്രസ്റ്റ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഡാൻസിനോടാണ് ഇൻട്രസ്റ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഒന്ന് BTS, രണ്ട് ഇമാജിൻ ഡ്രാഗൺസ്. ഈ രണ്ട് ആർട്ടിസ്റ്റ് ഗ്രൂപ്പിനോടുള്ള ഇഷ്ടം എനിക്ക് ഈ ലോകത്ത് ഒരു സിംഗേഴ്സിനോടും ഇല്ല. കാര്യം എനിക്ക് സുഖം തരുന്ന മ്യൂസിക് ആണ് ഇവരുടെ രണ്ടുപേരുടെയും. ഇമാജിൻ ഡ്രാഗൺസ് ആയിക്കോട്ടെ, BTS ആയിക്കോട്ടെ. ബാക്കി ഇഷ്ടമല്ല എന്നല്ല, എല്ലാവരുടെയും മ്യൂസിക് കേട്ട് പോകാറുണ്ട്. എന്നാലും ഞാൻ ഡെയിലി സ്പോട്ടിഫൈയിൽ കേട്ടോണ്ടിരിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ള മ്യൂസിക് ഇവരുടെ രണ്ടുപേരുടെയാണ്. അതുപോലെ തന്നെ BTSന്റെ ഡാൻസും. ഇന്ത്യയിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഇന്ത്യൻ ആർട്ടിസ്റ്റിനെ മാത്രം ഇഷ്ടപ്പെടാവുള്ളൂ, നെഞ്ചിൽ കയറ്റാവുള്ളൂ, ഭയങ്കര ടൈ ഹാർട്ട് ഫാൻ ആവുള്ളൂ എന്നൊന്നും ഇല്ല. അങ്ങനാണെങ്കിൽ നമ്മുടെ ഈ കേരളത്തിൽ കിടക്കുന്ന ഭൂരിഭാഗം ബോയ്സും അവരുടെ നെഞ്ചോട് ചേർത്ത് വെച്ചേക്കുന്ന ആർട്ടിസ്റ്റുകളും ഫുട്ബോളേഴ്സും ഒക്കെ തന്നെ വിദേശത്തുള്ളവരാണ്. BTS വരുന്നതിന് മുമ്പ് വരെ എനിക്ക് ഈ ചൈനീസ് ആൾക്കാരെ വെറുപ്പായെന്ന് പറഞ്ഞില്ലേ? ശരിക്കും പറഞ്ഞാൽ BTS വന്നതോടുകൂടിയാണ് എന്റെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടായത്. ഇങ്ങനെ രാജ്യങ്ങളുണ്ട്, കൊറിയ എന്നൊരു രാജ്യമുണ്ട്, ഇന്ന ആൾക്കാർ ഇന്ന ഫുഡുകൾ കഴിക്കുന്നവരുണ്ട്, പട്ടിയെ കഴിക്കുന്നവരുണ്ട്, പാറ്റയെ കഴിക്കുന്നവരുണ്ട്, തായ്ലൻഡ് എന്ന് പറഞ്ഞ ഒരു രാജ്യമുണ്ട്. അങ്ങനെ ഈ BTSൽ നിന്ന് ലിങ്ക് ചെയ്ത് വന്നാണ് ഈ പറയുന്ന മറ്റു രാജ്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു അവരുടെ വെബ് സീരീസ് കാണാനും കൂടുതൽ കാര്യങ്ങൾ അറിയാനും എല്ലാം അവരുടെ മേക്കപ്പ് സ്റ്റൈലുകൾ, അവരുടെ ഫുഡ് കൾച്ചർ എല്ലാം മനസ്സിലാക്കാൻ പറ്റിയത്. അതിനൊരു അടിസ്ഥാനം എന്ന് പറയുന്നത് BTS ആണ്. അതിന്റെ ഒരു കണക്ഷൻ, ലിങ്ക് എന്ന് പറയുന്നത് BTS ആണ്. ശരിക്കും പറഞ്ഞതാണ്, കാര്യമായിട്ട് പറഞ്ഞത് BTS തന്നെയാണ്. എനിക്കത് പറയുന്നത് എപ്പോഴും അഭിമാനമുള്ളൂ. അപ്പൊ ഞാൻ വെറുത്തിരുന്ന ഈ ഒരു ചൈനീസ് ലുക്കുള്ള ഈ ആൾക്കാരിൽ നിന്ന് തന്നെ ഇത്തരം കാര്യങ്ങൾ അറിയാൻ പറ്റില്ല. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോ ഞാൻ പോവാണ്. ബൈ, സരാങ്ക്യോ.